ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിന്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ അതിരാവിലെ തന്നെ പൂവ് കൊടുക്കാറുണ്ടെന്നും പറഞ്ഞിട്ട് വീട്ടിലെല്ലാ പണികളും ചെയ്തു വെച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ അവൾ പോയതിനു ശേഷം ചന്ദ്ര അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് വർഷയുടെ അമ്മ മഹിമ അവിടേക്ക് വരികയാണ്. അങ്ങനെ മഹിമ വന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് നിൽക്കാണ്. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഉള്ളവരോടൊക്കെ നിങ്ങൾക്ക് ദേഷ്യമായിരിക്കും എന്ന്, കാരണം വർഷയും അങ്ങനെയാണല്ലോ അവിടെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറയുമ്പോൾ അതൊന്നും കാര്യമില്ല, അതൊക്കെ ആലോചിച്ചിരുന്നിട്ട് എന്താ കാര്യം, എന്തായാലും എൻ്റെ മോള് ജീവിക്കുന്നത് ഇവിടെയല്ലേ, പിന്നെ നിങ്ങളോടൊക്കെ ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം എന്നിങ്ങനെ മഹിമ പറയുന്നുണ്ട്. പിന്നീട് മഹിമ പറയാണ്, അതെ എൻ്റെ മോൾക്ക് ഇങ്ങോട്ട് വരാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല, പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്, ഞാനും ഏട്ടനൊക്കെ പറഞ്ഞു കൊടുത്തതാണ് മോള് ജീവിക്കേണ്ടത് ആ വീട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവളുടെ മനസ്സ് മാറി ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ നുണകളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് മഹിമ. അതെന്തായാലും നന്നായി എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രയും പറയുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ശ്രുതിയെ വിളിക്കുകയാണ് നമ്മുടെ ചന്ദ്ര. ശ്രുതി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ആന്റി എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ രേവതി ഇല്ല, ഒരു ആന്റിക്ക് ഒരു ഗ്ലാസ് ചായ എടുത്തുകൊണ്ട് വായോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശരിയെന്നും പറഞ്ഞ് നമ്മുടെ ശ്രുതി ആണെങ്കിൽ അടുക്കളയ്ക്ക് പോവാണ്. ആ സമയത്ത് തന്നെ അവിടെ പുറത്ത് ഒരു ലേഡി വരുന്നുണ്ട്. ആ ലേഡിക്ക് പൂ വേണമെന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ചന്ദ്ര പറയുന്നുണ്ട്, ഇവിടെ രേവതി ഒന്നും ഇവിടെ ഇല്ല എന്ന് പറയുമ്പോൾ, രേവതി ഇല്ലെങ്കിൽ വേണ്ട, നിങ്ങൾക്ക് ആ ഫ്രിഡ്ജിൽ നിന്ന് ഒരു പൂ എടുത്ത് തന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ചന്ദ്രയെ പൂക്കാരി എന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ ചന്ദ്രയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, പൂക്കാരിയോ എന്ന് ചോദിക്കുകയാണ്. അതെ പൂക്കാരി, അതിനിപ്പോ എന്താ, ഒരു പൂവെടുത്ത് തായോ എന്ന് പറഞ്ഞിട്ട് ആ ഫ്രിഡ്ജിൽ എങ്ങനെ ഉണ്ടായിരിക്കും, പൊതിഞ്ഞ് അവൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു എന്നിങ്ങനെ പറയും. ഞാൻ വിളിച്ച് നേരത്തെ പറഞ്ഞായിരുന്നു എന്ന് ആ ലേഡി പറയുമ്പോൾ ചന്ദ്ര ചെന്ന് മനസ്സില്ല മനസ്സോട് കൂടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ മഹിമയും നിർബന്ധിക്കുന്നുണ്ട്, പൂവെടുത്ത് കൊടുക്ക് ചന്ദ്ര എന്ന് പറയുമ്പോൾ അങ്ങനെ അവിടെ നിന്നും പോയിട്ട് നേരെ അത് എടുക്കുകയാണ്. ഫ്രിഡ്ജിൽ പോയിട്ട് അത് എടുക്കുന്നുണ്ട്. അങ്ങനെ അത് എടുത്തിട്ട് വന്ന് അങ്ങനെ ആ കവറോട് കൂടി കൊടുക്കുകയാണ്. അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് ആകെ 2 മുഴം മതി, ഇത്രയൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ ആ 2 മുഴമൊന്നും എനിക്ക് അളക്കാനൊന്നും അറിയില്ല എന്ന് മറുപടി പറയുമ്പോൾ, അത് കുഴപ്പമില്ല, എന്തായാലും നിങ്ങളുടെ കൈ ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല, ആ കൈ വെച്ച് ഒന്ന് അളന്ന് തന്നാൽ മതി എന്നിങ്ങനെ ആ വന്ന ലേഡി പറയുമ്പോൾ ചന്ദ്രയ്ക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ഇവിടെയാണെങ്കിൽ മഹിമ ഇത് കണ്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്, കാരണം അതങ്ങ് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ ചന്ദ്ര കയ്യിൽ അളന്നിട്ട് അവർക്ക് വേണ്ട പൂവ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവരവിടെ നിന്നും പൈസ കൊടുത്തിട്ട് അവരവിടെ നിന്നും പോവുകയാണ്. ബാക്കിയുള്ള പൂവ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ചായ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മഹിമ പറയാണ്, എന്തായാലും എനിക്ക് സമയമില്ല, ഞാൻ എന്തായാലും പോട്ടെ, പിന്നെ ഒരു കാര്യമുണ്ട്, ചായയൊക്കെ കുടിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ പറയാണ്, അതെ ഒരു കാര്യമുണ്ട്, ആ പൂവ് ബാലൻസ് ഇല്ലേ, എന്തായാലും ഇന്ന് വൈകിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ബാലൻസ് പൂവുള്ളത് ഒരു 5 മുഴം അത് എനിക്കും തന്നേക്ക് എന്ന് പറയുകയാണ്. എന്തായാലും നമ്മുടെ രേവതിയെ സഹായിക്കാന്ന് വിചാരിച്ചല്ലോ, അതൊരു നല്ല കാര്യം തന്നെയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പൂക്കാരിയായിട്ട് അങ്ങനെ കുറ്റപ്പെടുത്തിയ ഒരു കളിയാക്കലോട് കൂടിയൊക്കെയാണ് നമ്മുടെ മഹിമ ഇത് പറയുന്നത്. അത് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട് ചന്ദ്രയ്ക്ക്. അങ്ങനെ പൂവ് ഇതുപോലെ അളന്ന് തരാൻ ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ കൈവച്ച് മുല്ലപ്പൂ അളന്ന് മഹിമയ്ക്ക് കൊടുക്കുകയും ചെയ്യുകയാണ്. മഹിമ പൈസ കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട്. അത് ശരിയാവില്ല, കച്ചവടം എപ്പോഴും കച്ചവടം തന്നെയാണെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് മഹിമ പൈസ കൊടുത്തിട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പൊ ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ശ്രുതിക്ക് നല്ല ഇഷ്ടം തോന്നുന്നുണ്ട്. ശ്രുതിക്ക് സന്തോഷമാവണം ചന്ദ്രയെ മഹിമ അങ്ങനെ കളിയാക്കുന്നൊക്കെ കേട്ടപ്പോൾ. എന്തായാലും ഞാൻ കൊടുക്കേണ്ടതാണ് ആ സ്ത്രീ കൊടുത്തത്, അതെന്തായാലും നല്ല എട്ടിന്റെ അത് നല്ല കാര്യമായി എന്നൊക്കെ ഇങ്ങനെ അടുക്കളയിൽ നിന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം മഹിമ ആ പൂവും മേടിച്ചു പോകുമ്പോൾ ചന്ദ്രയാണെങ്കിൽ ആകെ കലി തുള്ളി അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നെ ഒരു പൂക്കാരിയായി ചിത്രീകരിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് അങ്ങനെ ദേഷ്യത്തോടു കൂടി ചന്ദ്ര അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് തന്നെ ആയിരിക്കും നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തും കൂടി മുകളിലേക്ക് വരുന്നത്, മഹിമ താഴേക്ക് പോകുന്ന സമയത്ത്. അപ്പോൾ പൂവ് വാങ്ങി കാണുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അമ്മ പൂവ് വാങ്ങിയോ എന്ന് നമ്മുടെ വർഷ ചോദിക്കുമ്പോൾ, അതെ ഇത് പൂ വാങ്ങിയതാണ്, ചന്ദ്രയുടെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്, രേവതി ഉണ്ടായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ശ്രീകാന്താണെങ്കിൽ മുകളിലേക്ക് കയറി പോകുമ്പോഴും പറയുന്നുണ്ട്, ഇവരെ നീ നിലയ്ക്ക് നിർത്തിയേക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ, വേണ്ടാത്ത ഉപദേശങ്ങളൊക്കെ മഹിമ കൊടുക്കുമ്പോൾ അമ്മയുടെ കാര്യം നശിച്ചു പോയി, എനിക്കറിയാം എങ്ങനെ ആരോട് പെരുമാറണം എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമയെ പറഞ്ഞയച്ചിട്ട് നമ്മുടെ ഇവളും കൂടിയിട്ട് വർഷയും കൂടി മുകളിലേക്ക് വരികയാണ്. അങ്ങനെ വർഷം മുകളിലേക്ക് വരുമ്പോൾ ആൻറ്റി എന്തായാലും നല്ലൊരു തീരുമാനമാണ് ചെയ്തിട്ടുള്ളത്, എന്തായാലും രേവതിയെ സഹായിക്കാമെന്ന് തീരുമാനിച്ചല്ലോ, അതൊരു നല്ല കാര്യം തന്നെയാണെന്നൊക്കെ
നമ്മുടെ വർഷയും വന്ന് പറയുമ്പോൾ അതൊട്ടും ഇഷ്ടപ്പെടാതെ എന്നെ ഒരു പൂക്കാരിയാക്കിയില്ല എന്നുള്ള രീതിയിലൊക്കെ ദേഷ്യത്തോടു കൂടി അങ്ങനെ ഇരിക്കുന്ന ഭാഗമുണ്ട്. എന്തായാലും ആ സമയത്ത് ശ്രുതി അവിടേക്ക് എത്തുകയാണ്. ശ്രുതി ആണെങ്കിലും നല്ലൊരു 8ന്റെ പണിയാണ് നമ്മുടെ രേവതിക്ക് കൊടുക്കാൻ പോകുന്നത്. വലിയ നാശനഷ്ടം തന്നെയാണ് ശ്രുതിയുടെ ബുദ്ധിയിൽ നിന്ന് ഉദിച്ചിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് കൊടുക്കുന്നത്. ചന്ദ്ര അതുപോലെ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അതെന്താണെന്നൊക്കെ നമുക്ക് അടുത്ത റിവ്യൂവിൽ പറയാട്ടോ. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ബൈ, താങ്ക്